Welcome back to our history classes. This is Hybrid Campus. I'm your history faculty Shahna Shareen. So, നമ്മൾ ഇന്ന് MS University MA History First Sem Social Cultural History of തമിഴ്നാടുവിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു തേർഡ് യൂണിറ്റിൽ പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി ആരുടേതാണ്? ഇമ്പീരിയൽ ചോളാസ് ആണ് കേട്ടോ. അതായത് ചോളന്മാരുടെ ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ പറയുവാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ. ഇവിടെ ഇമ്പീരിയൽ ചോളാസ് അഥവാ ചോള ഡൈനാസ്റ്റി അല്ലെങ്കിൽ ചോള എംപയറിനെ കുറിച്ച് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ഡൈനാസ്റ്റിയാണ് ചോളന്മാർ അല്ലെങ്കിൽ ചോള ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ തമിഴ്നാട് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം പോലെയുള്ള പല പ്രദേശങ്ങളുടെയും പല ഭാഗങ്ങളും കൂടാതെ ശ്രീലങ്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഭരണം വ്യാപിപ്പിച്ചിരുന്ന ടീമായിരുന്നു ആര്? ഇവിടെ ചോളന്മാർ എന്ന് പറയപ്പെടുന്നത്. അതായത് അത്രയും വാസ്റ്റ് എംപയർ ആയിരുന്നു ചോളന്മാരുടെ കീഴിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ഇവരുടെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇവരുടെ ഭരണം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ഉള്ള, മിലിറ്ററി പവർഫുൾ ആയിട്ടുള്ള, എക്കണോമിക് പ്രോസ്പെറിറ്റി ഉള്ള, ഒരു കൾച്ചറൽ അച്ചീവ്മെന്റ്സുകളൊക്കെയുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഭരണ കാലഘട്ടം കൂടിയായിരുന്നു ഈ ചോളന്മാരുടെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ചോളന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളേഴ്സുകൾ എന്നുള്ളത്. ഒന്നാമത്തെ റൂളറാണ് വിജയാലയ ചോള എന്ന് പറയുന്നത്. CE 848 മുതൽ CE 871 വരെയാണ് വിജയാലയ ചോളയുടെ കാലഘട്ടം. ഈ ചോള എംപയറിന്റെ സ്ഥാപകനാണ് വിജയാലയ ചോള എന്നറിയപ്പെടുന്ന രാജാവ്. ഇവരുടെ അതായത് പല്ലവന്മാരിൽ നിന്നും താഞ്ചോർ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് ഇവിടെ വിജയാലയ ചോള എന്ത് ചെയ്യുന്നത്? ചോള സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. കൂടാതെ ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു ഡൈനാസ്റ്റിയുടെ ഉദയത്തിനും അതിന്റെ ഒരു ഫൗണ്ടേഷനിലേക്കും ഒക്കെ കാരണമായിട്ടുള്ള വ്യക്തിയും ഈ പറയപ്പെടുന്ന വിജയാലയ ചോള ആണ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട റൂളറാണ് പരാന്തക ഫസ്റ്റ് അഥവാ പരാന്തക ചോള എന്നറിയപ്പെടുന്ന രാജാവ്. CE 907 CE 955 മധ്യയാണ് ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം വരുന്നത്. അതായത് ഈ പരാന്തക ചോള അല്ലെങ്കിൽ പരാന്തക ഫസ്റ്റിന്റെ ഭരണ കാലഘട്ടങ്ങളിലാണ് പാണ്ഡ്യന്മാരെയും ചേരന്മാരെയും ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഈ ചോള എംപയർ കൂടുതൽ എക്സ്പാൻഡ് ആകുന്നത്. ക്ലിയർ ആയല്ലോ? കൂടാതെ അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ടെമ്പിൾ ബിൽഡിംഗ് ആക്ടിവിറ്റീസിന്റെയും ശൈവസത്തിന്റെ പാട്രണേജിന്റെ പേരിലുമാണ് ഇവിടെ പരാന്തക ചോള അല്ലെങ്കിൽ പരാന്തക ഫെസ്റ്റ് അറിയപ്പെടുന്നത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട രാജാവാണ് രാജരാജ ചോള ഫെസ്റ്റ്. CE 985 CE 1014 ഇടയിലുള്ള കാലഘട്ടമാണ് രാജരാജ ചോളന്റെ കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത്. രാജരാജ ചോള ഫെസ്റ്റിന്റെ കാലഘട്ടം ട്ടോ. ഇവിടെ ഈ ചോള ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് റൂളറാണ് ഇവിടെ രാജരാജ ചോള ഫസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. കൂടാതെ ഇദ്ദേഹമാണ് ഈ എംപയറിനെ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതും. അപ്പൊ രാജരാജ ചോള ഒന്നാമന്റെ കാലഘട്ടത്തിലാണ് ചോള എംപയർ അതിന്റെ അത്യുന്നതിയിലേക്ക് എത്തിച്ചേരുന്നത്. കൂടാതെ ഇദ്ദേഹമാണ് തഞ്ചാവൂരിലെ ഐക്കോണിക് ടെമ്പിൾ ആയിട്ടുള്ള ബൃഹദീശ്വര ടെമ്പിൾ പണി കഴിപ്പിച്ചിട്ടുള്ളതും. കൂടാതെ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഇദ്ദേഹത്തിന് ഒരു ശക്തമായിട്ടുള്ള സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള നേവി ആർമി ഉണ്ടായിരുന്നു. കൂടാതെ ഒരു സക്സസ്ഫുൾ ഓവർസീസ് ക്യാമ്പയിനും എവിടെ ഉണ്ടായിരുന്നു? ഈ രാജരാജ ചോള ഒന്നാമന്റെ കീഴിൽ ചോള എംപയറിന് ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രാജാവാണ് രാജേന്ദ്ര ചോള ഒന്നാമൻ എന്ന് പറയുന്ന രാജാവ്. CE 1014 CE 1044 ഇടയിലുള്ള കാലഘട്ടത്തിലാണ് രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഭരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് രാജരാജ ചോള ഒന്നാമന്റെ മകനാണ് രാജേന്ദ്ര ചോള ഒന്നാമൻ. ഇദ്ദേഹമാണ് നോർത്ത് ഇന്ത്യയിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും തന്റെ രാജ്യത്തെ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ പുതിയ ക്യാപിറ്റൽ ആയിട്ടുള്ള ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ അദ്ദേഹം ഫൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് ഗാൻജറ്റിക് ഏരിയയിലുള്ള തന്റെ
യുദ്ധത്തിലെ വിജയത്തിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു ഭാഗത്ത് ഗംഗൈകൊണ്ട ചോളപുരം എന്ന പേരിൽ ഒരു പുതിയൊരു തലസ്ഥാന നഗരം പണികഴിപ്പിക്കുന്നത് കേട്ടോ. കൂടാതെ വലിയ രീതിയിലുള്ള ഒരു നേവൽ എക്സ്പെഡിഷൻസ് അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മോഡേൺ ഡേ ഇന്തോനേഷ്യയിലുള്ള ശ്രീ വിജയാലയയിലേക്കുള്ള നേവൽ എക്സ്പെഡിഷനും എവിടെ ഉണ്ടായിരുന്നു? ഈ രാജേന്ദ്ര ചോള ഒന്നാമന്റെ കീഴിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ രാജരാജ ചോളന്റെ കീഴിലും രാജേന്ദ്ര ചോളന്റെ കീഴിലും ഒരു വലിയ ഒരു സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള നേവി ആർമി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോള എംപയറിനെ ശ്രീലങ്കയിലേക്കും മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അവിടെയൊക്കെ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കുവാനായിട്ട് ഇവരെ സഹായിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഒരു ചോളന്മാരുടെ കീഴിലുള്ള നേവൽ ആർമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ നാവികസേന എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് ഈ ചോളന്മാരുടെ സോഷ്യൽ റിലീജിയസ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ സോഷ്യൽ പ്രാക്ടീസുകൾ നോക്കുന്ന സമയത്ത് ഇവിടെ ചോളന്മാര് ശൈവസത്തെയും അതുപോലെ തന്നെ വൈഷ്ണവസത്തെയും ഒരുപോലെ പാട്രണൈസ് കൊടുത്തിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് പോയിട്ടുണ്ടാകുന്നത് ശൈവസത്തിനായിരുന്നു കേട്ടോ. അതായത് ഒരുവിധം എല്ലാ രാജാക്കന്മാരും ശൈവസത്തെയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ വൈഷ്ണവസത്തെയും ഇവിടെ ഈ ചോള രാജാക്കന്മാര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ക്ഷേത്രങ്ങൾ, ടെമ്പിൾസുകൾ എന്ന് പറയുന്നത് റിലീജിയസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫിന്റെ സെന്റേഴ്സുകളായിട്ട് മാറുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഭക്തി മൂവ്മെന്റ് മുതൽ കണ്ടുവരുന്നുണ്ട് അല്ലെ? ഭക്തി മൂവ്മെന്റ് മുതൽ ടെമ്പിൾസുകളാണ് റിലീജിയസ്, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ സെന്റേഴ്സുകളൊക്കെ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ചോളന്മാരുടെ കാലഘട്ടത്തിലും ടെമ്പിൾസുകൾ റിലീജിയസ്, സോഷ്യൽ, കൾച്ചറൽ ലൈഫുകളുടെ സെന്ററുകളായിട്ട് മാറുന്നുണ്ട്. കൂടാതെ ഭക്തി സെയിന്റുകളായിട്ടുള്ള നായനാസുകളും ആൾവാർസുകളും ഒക്കെ തന്നെ ഈ ചോളന്മാരുടെ റിലീജിയസ് പ്രാക്ടീസുകളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ കാസ്റ്റ് സിസ്റ്റം നോക്കുന്ന സമയത്ത് ഇവിടെ കാസ്റ്റ് സിസ്റ്റം വളരെ പ്രിവലന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. അതായത് ഈ ഒരു കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയുടെ കീഴിൽ ബ്രാഹ്മിൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രിവിലേജസുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളവരായിരുന്നു ഇവിടുത്തെ ബ്രാഹ്മിൻസുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു ബ്രാഹ്മണ മേധാവിത്വ സമൂഹമായിരുന്നു ചോള സമൂഹം എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ ലോവർ കാസ്റ്റിലുള്ള ആളുകൾക്ക് ടെമ്പിൾ റിച്വൽസുകളിലും ഫെസ്റ്റിവൽസുകളിലും ഒക്കെ പ്രവേശനം അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ഒരു ഡിഗ്രി ഓഫ് ഇൻക്ലൂസിവിറ്റിയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ചോളന്മാരുടെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെ നോക്കുന്ന സമയത്ത് ഇവിടെ സ്ത്രീകൾക്ക് ഹൈ സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു. അതായത് ആ കാലഘട്ടത്തിലെ മറ്റ് റീജിയൻസുകളെ അപേക്ഷിച്ച് ചോള കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് ഹൈ സ്റ്റേറ്റസുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പല ഇൻസ്ക്രിപ്ഷൻസുകളിലും സ്ത്രീകളെ ഡോണേഴ്സുകളായിട്ടും ലാൻഡ് ഓണേഴ്സുകളായിട്ടും അഡ്മിനിസ്ട്രേറ്റേഴ്സുകളായിട്ടും ഒക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇവിടുത്തെ റിലീജിയസ് ടോളറൻസ് എന്ന് പറയുന്നത്. അതായത് ചോളന്മാര് ഹിന്ദുയിസം മാത്രമല്ല, അല്ലെങ്കിൽ വൈഷ്ണവിസവും ശൈവിസവും മാത്രമല്ല, അതേസമയം തന്നെ ബുദ്ധിസത്തെയും ജൈനസത്തെയും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ബുദ്ധിസവും ജൈനിസത്തെയും ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നവർ കൂടിയായിരുന്നു ഓരോ ചോള രാജാക്കന്മാരും. ഇതൊക്കെ ഇവരുടെ ഭരണത്തിൽ ഇവരൊക്കെ ഒരു ടോളറേറ്റഡ് ആയിട്ടുള്ള ഭരണാധികാരികൾ ആണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ചോളന്മാരുടെ തകർച്ചയോട് കൂടിയിട്ട് ഇവിടെ ഈ പറയപ്പെടുന്ന ബുദ്ധിസത്തിന്റെയും ജൈനസത്തിന്റെയും ഒക്കെ തകർച്ച കൂടിയാണ് ഈ ഒരു റീജിയൻസുകളിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ചോളന്മാരുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റും വില്ലേജ് ഓട്ടോണമിയും എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ വില്ലേജ് അസംബ്ലീസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചോള കാലഘട്ടത്തിലെ വില്ലേജ് അസംബ്ലീസുകൾ എന്ന് പറഞ്ഞ് വളരെ പ്രശസ്തമായിട്ടുള്ളവയാണ്. അതായത് ഈ ചോളന്മാര് ഒരു ഹൈലി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് ഗവേണൻസ് ആണ് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ലോക്കൽ വില്ലേജുകളിലെ ലോക്കൽ സെൽഫ് ഗവേണൻസോട് കൂടിയിട്ട്, അല്ലെങ്കിൽ വില്ലേജ് അസംബ്ലീസുകളാണ് ഇവിടുത്തെ ലോക്കൽ സെൽഫ് ഗവേണൻസ് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചോളന്മാരുടെ കീഴിൽ ഒരു ഹൈലി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് ഗവേണൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വില്ലേജുകൾ നമുക്ക് 3 ടൈപ്പിൽ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത് ഊരാണ്, രണ്ടാമത്തേത് സഭ ഓർ മഹാസഭ, മൂന്നാമത്തേത് നഗരം. ഇവിടെ ഊര് എന്ന് പറയുന്നത് എന്താണ്?
ജനറൽ വില്ലേജ് അസംബ്ലി ആണ് കേട്ടോ. അതായത് നോൺ ബ്രാഹ്മിൺ സെറ്റിൽമെന്റ്സുകൾക്കുള്ള ജനറൽ വില്ലേജ് അസംബ്ലി ആണ് ഊര് എന്നറിയപ്പെടുന്നത്. അതായത് നോൺ ബ്രാഹ്മിൻ, ബ്രാഹ്മണേതര അല്ലെങ്കിൽ ബ്രാഹ്മണരല്ലാത്ത സെറ്റിൽമെന്റ്സുകളുള്ള റീജിയൻസിലെ അല്ലെങ്കിൽ ആ വില്ലേജുകളിലെ ജനറൽ അസംബ്ലിയാണ് എന്ത്, ഊര് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേത് സഭ ഓർ മഹാസഭയാണ്. ഇതെന്താണ്, അസംബ്ലി ഫോർ ബ്രാഹ്മിൺ വില്ലേജ് ആണ് കേട്ടോ. ഇപ്പം അഗ്രഹാരങ്ങളൊക്കെയുള്ള വില്ലേജ്, ബ്രാഹ്മിൺ വില്ലേജുകൾക്കുള്ള അസംബ്ലിയാണ് ഏത്, സഭ ഓർ മഹാസഭ എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത്തേതാണ് നഗരം എന്ന് പറയുന്നത്. ഈ നഗരം എന്താണ്, ടൗൺ കൗൺസിൽസുകളാണ്. അതായത് മെർച്ചൻസുകൾക്കും ട്രേഡേഴ്സുകൾക്കുമുള്ള ടൗൺ കൗൺസിൽസുകളാണ് ഈ നഗരം എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ ചോള ഭരണ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വില്ലേജ് അസംബ്ലീസുകൾ എന്ന് പറയുന്നത്. ഈ വില്ലേജ് അസംബ്ലീസിനെ നമുക്ക് മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം, ഊര്, സഭ, അതുപോലെ തന്നെ നഗരം. ഈ ഊർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ബ്രാഹ്മിൻ സെറ്റിൽമെന്റ്സുകൾക്കുള്ള വില്ലേജ് അസംബ്ലീസുകളാണ്. സഭ അല്ലെങ്കിൽ മഹാസഭ എന്ന് പറയുന്നത് എന്താണ്, ബ്രാഹ്മിൻ സെറ്റിൽമെന്റ്സുകൾക്കുള്ള വില്ലേജ് അസംബ്ലീസുകളാണ്. കൂടാതെ ഇവിടെ നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടൗൺ കൗൺസിൽസുകളാണ്. മെർച്ചൻസുകൾക്കും ട്രേഡേഴ്സുകൾക്കുമുള്ള ടൗൺ കൗൺസിൽസുകളാണ് ഇവിടെ നഗരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ വില്ലേജ് അസംബ്ലീസിന്റെ ഫങ്ഷൻസുകളായിട്ട് വരുന്നവ നമുക്ക് നോക്കാം. അതായത് ലോക്കൽ റിസോഴ്സസുകളെ മാനേജ് ചെയ്യുക, തമ്മിലുണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകളെ, തർക്കങ്ങൾക്ക് പരിഹാരങ്ങൾ കാണുക, കൂടാതെ ടാക്സ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ ആ വില്ലേജുകളിലെ ഇൻഫ്രാസ്ട്രക്ചറുകളെ മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഡ്യൂട്ടീസുകളാണ് ഇവിടെ ഓരോ വില്ലേജ് അസംബ്ലീസുകൾക്കും ഉണ്ടായിരുന്നത്. കൂടാതെ ഈ ഓരോ അസംബ്ലീസുകളിലേക്കും എങ്ങനെയാണ് ഒരു യുണീക്ക് സിസ്റ്റം, അതായത് ഒരു ലോട്ടറി, അതായത് കുടവോളി എന്ന് പറയുന്ന ഒരു ലോട്ടറി സിസ്റ്റത്തിലൂടെയാണ് ഇവിടേക്ക് പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഈ നമ്മൾ വില്ലേജ് അസംബ്ലീസുകൾ എന്ന് പറഞ്ഞു അല്ലെ, ഈ വില്ലേജ് അസംബ്ലീസുകളിലേക്ക് എങ്ങനെയാണ് ഒരു ഇലക്ഷനിലൂടെയാണ് റെപ്രസെന്റേറ്റീവ്സുകളെ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു മെത്തേഡിന്റെ പേരാണ് കുടവോളെ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കുടവോളെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരൊക്കെയാണോ ഇലക്ഷന് മത്സരിക്കുന്നവര് അവരുടെ പേരുകള് ഒരു പാം ലീവില്, ഒരു പനയോലയിൽ എഴുതിയിട്ട് എവിടെ ഇടും, ഒരു കുടത്തിൽ നിക്ഷേപിക്കും. എന്നിട്ട് ആ കുടത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവരാണ് ഈ പറയപ്പെടുന്ന വില്ലേജ് അസംബ്ലീസുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ കുടവോളെ സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഇവിടുത്തെ ലാൻഡ് ഹോൾഡിംഗ് സിസ്റ്റം ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചോള എംപയറിന്റെ കീഴിലുള്ള ലാൻഡുകൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയാണ്, വെള്ളവങ്കി, അതുപോലെ തന്നെ ബ്രഹ്മദേയ, ദേവദാന, ശലഭോഗ തുടങ്ങിയ പേരുകളിലാണ് നമുക്ക് ഈ ചോള സാമ്രാജ്യത്തിലെ ലാൻഡുകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്, വെള്ളം വാഗൈ, അതുപോലെ തന്നെ ബ്രഹ്മദേയ, ദേവദാന, അതുപോലെ തന്നെ ശലഭോഗ. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഇവിടുത്തെ ലാൻഡുകളെ ക്ലാസിഫൈ ചെയ്യാം. അപ്പം ഇതിനൊരു ബേസ് ഉണ്ട്, വെറുതെ അങ്ങ് നമുക്ക് ലാൻഡിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് ഈ ഓരോ ലാൻഡിന്റെയും ഫലഭൂയിഷ്ഠതയെയും അതിന്റെ ഉപയോഗത്തിനും അനുസരിച്ചിട്ടാണ് ഈ ലാൻഡുകളെ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ലാൻഡുകളുടെയും ഫെർട്ടിലിറ്റി അതല്ലെങ്കിൽ ഫലഭൂയിഷ്ഠതയെയും അതുപോലെ തന്നെ ലാൻഡുകളുടെ യൂസേജിനും അനുസരിച്ചിട്ടാണെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ലാൻഡുകളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് വെള്ളം വാഗ എന്ന് പറയുന്ന ലാൻഡാണ്, രണ്ടാമത്തേത് ബ്രഹ്മദേയ, മൂന്നാമത്തേത് ദേവദാന, നാലാമത്തേത് ശലഭോഗ എന്ന് പറയുന്ന ലാൻഡ്. ഇവിടെ വെള്ളം വാഗി എന്ന് പറയുന്ന എന്താണ്, അതായത് ടാക്സബിൾ ലാൻഡുകളാണ്. നോൺ ബ്രാഹ്മിൻസുകളുടെ കീഴിലുള്ള ടാക്സബിൾ ആയിട്ടുള്ള നികുതിയുള്ള ലാൻഡുകളാണ് ഇവിടെ വെള്ളം വാഗൈ എന്ന് പറയുന്ന ലാൻഡുകൾ. ഓക്കെ, ഇനി രണ്ടാമത്തത് ബ്രഹ്മദേയ ലാൻഡുകളാണ്. അതായത് ബ്രാഹ്മിൻസുകൾക്ക് നൽകുന്ന ലാൻഡ് ഗ്രാൻഡുകളാണ് ബ്രഹ്മദേയ ലാൻഡുകൾ എന്ന് പറയുന്നത്. ടാക്സ് ഫ്രീ ലാൻഡുകളാണ് ഇവ. മറ്റൊന്നാണ് ദേവദാന ലാൻഡുകൾ, അതായത് ടെമ്പിൾസുകൾക്ക് നൽകുന്ന ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡുകളാണ് ദേവദാന ലാൻഡുകൾ. നാലാമത്തേത് ശലഭോഗ ലാൻഡുകളാണ്, അതായത് ലാൻഡ് ഫോർ മെയിൻറ്റൈനിങ് റോയൽ സ്റ്റേബിൾസ്, അതായത് റോയൽ സ്റ്റേബിൾസുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള ലാൻഡുകളാണ് ഇവിടെ ശലഭോഗ ലാൻഡുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ?
അപ്പോ ഇനി നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ഒരു അഡ്വാൻസ്ഡ് ഇറിഗേഷൻ സിസ്റ്റം ചോളന്മാരുടെ കീഴിൽ നിലവിലുണ്ടായിരുന്നു. അതായത് ടാങ്കുകളും കനാലുകളും ഒക്കെ ഉള്ള ഒരു അഡ്വാൻസ്ഡ് ഇറിഗേഷൻ സിസ്റ്റം എവിടെയുണ്ടായിരുന്നു? ഈ ചോളന്മാരുടെ കീഴിൽ ഉണ്ടായിരുന്നു. കൂടാതെ ലാർജ് റിസർവേഴ്സുകളുടെ കൺസ്ട്രക്ഷനും ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, വീരനാരായണ ലേക്ക് പോലെയുള്ള ലാർജ് റിസർവിയർ കൺസ്ട്രക്ഷൻസുകളെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചോളന്മാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് സൊസൈറ്റി ഹൈറാർക്കിക്കൽ ആയിരുന്നു കേട്ടോ. അതായത് ബ്രാഹ്മിൺസ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, അതിനുശേഷം ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന രീതിയിൽ വർണ്ണ സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സോഷ്യൽ ഹൈറാർക്കിയാണ് ഇവിടെ ചോളന്മാരുടെ ഭരണകാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് ചോളാസിന്റെ എക്കണോമിക് ലൈഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അഗ്രികൾച്ചർ തന്നെയാണ്. പ്രധാനമായിട്ടും അരിയാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൂടാതെ ഇറിഗേഷൻ പ്രോജക്റ്റുകളൊക്കെ ഇവിടുത്തെ സർപ്ലസ് പ്രോഡക്ഷൻ ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ട്രേഡ് നോക്കുന്ന സമയത്ത് ഈ ചോളന്മാർക്ക് വലിയ രീതിയിലുള്ള ട്രേഡ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻഷിപ്പ് ആർക്കുണ്ടായിരുന്നു? ചോളന്മാർക്ക് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഐറ്റംസുകളാണ് സ്പൈസസ്, ടെക്സ്റ്റൈൽസുകള്, പേൾസുകള്, ഐവറി, അതുപോലെ തന്നെ പ്രഷ്യസ് സ്റ്റോൺസുകളൊക്കെയാണ് ചോള സാമ്രാജ്യത്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ കാവേരിപ്പട്ടണം, നാഗപട്ടണം, മഹാബലിപുരം പോലെയുള്ള മാരിടൈം ട്രേഡ് പോർട്ടുകളും ഇവിടെ നിലവിൽ ഉണ്ടായിരുന്നു. ഇനി ഇവിടത്തെ ഗോൾഡ് കോയിൻസുകൾ പോൺ എന്നറിയപ്പെടുന്നു. കൂടാതെ കോപ്പർ കോയിൻസുകളുമാണ് ഇവിടുത്തെ ട്രാൻസാക്ഷൻസിന് വേണ്ടി ചോളന്മാർ ഉപയോഗിച്ചിരുന്നത്. ഗോൾഡ് കോയിൻസുകളും അതുപോലെ തന്നെ കോപ്പർ കോയിൻസുകളുമാണ് ചോളന്മാരുടെ എന്തിനുപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കോയിനേജ് സിസ്റ്റവും ഇവിടെ നിലവിലുണ്ടായിരുന്നു. അതായത് ചോളന്മാരുടെ കാലഘട്ടത്തിലെ ട്രേഡിനെയും കൊമേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കോയിനേജും എവിടെ ഉണ്ടായിരുന്നു? ചോളന്മാർക്ക് നിലവിലുണ്ടായിരുന്നു. കൂടാതെ ടെക്സ്റ്റൈൽ വേവിങ്, മെറ്റൽ വർക്ക്, ഷിപ്പ് ബിൽഡിംഗ് പോലെയുള്ള പ്രൊമനന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസുകളും ഇവിടെ ചോളന്മാരുടെ കീഴിൽ നിലവിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ചോളാസിന്റെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ചോളന്മാരുടെ ടെമ്പിൾ ആർക്കിടെക്ചറൽ സ്റ്റൈല് ഏതായിരുന്നു? ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ തന്നെയാണ് ചോളന്മാരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളായിരുന്നു ഗോപുരം, മണ്ഡപ, അതുപോലെ തന്നെ വിമാനാസ് തുടങ്ങിയിട്ടുള്ളവ. നോട്ടബിൾ എക്സാമ്പിൾസുകൾ നോക്കാം. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിൾ, അതുപോലെ തന്നെ ധാരാസുരത്തിലെ ഐരാവതീശ്വര ടെമ്പിൾ, അതുപോലെ തന്നെ ഗംഗൈകൊണ്ട ചോളപുരം ടെമ്പിൾ ഒക്കെ ഈ ചോളന്മാരുടെ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ പ്രതീകങ്ങളായിട്ട് നിലനിൽക്കുന്നവയാണ് കേട്ടോ. കൂടാതെ ബ്രോൺസ് സ്കൾപ്ചേഴ്സുകൾ ഉണ്ടായിരുന്നു. ഇവ ചോള ബ്രോൺസ്, അതായത് നടരാജ സ്കൾപ്ചേഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ നടരാജ സ്കൾപ്ചർ എന്താണ്? മാസ്റ്റർ പീസ് ഓഫ് ഇന്ത്യൻ ആർട്ടാണ്. ഏത്? ഈ ചോളന്മാരുടെ കാലഘട്ടത്തിലെ നടരാജ ബ്രോൺസ് സ്റ്റാച്യു എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നടരാജ മീൻസ് ഡാൻസിങ് ശിവ ആണ് ഈ നടരാജ വിഗ്രഹം എന്നതുകൊണ്ട് നമ്മൾ ആ ഒരു പോസ്റ്റർ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ദെൻ കൂടാതെ ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് ടെക്നിക്കുകൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ മ്യൂറൽസ് ആൻഡ് പെയിന്റിങ്സ് ആണ്. അതായത് ഇവിടെ ഒരു മിത്തോളജിക്കൽ തീമുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മ്യൂറൽ പെയിന്റിങ്സുകൾ നമുക്ക് ടെമ്പിൾസുകളിലും മറ്റുമായിട്ട് ചോളന്മാരുടെ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ഈ ചോളന്മാരുടെ ഓവർസീസ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ കൾച്ചറൽ ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ടാണ്. ഇവിടെ
ഫസ്റ്റ് വൺ നേവൽ എക്സ്പെഡിഷൻസുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, രാജരാജ ചോളന്റെ ഒന്നാമന്റെ കീഴിലും രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ കീഴിലും ശക്തമായിട്ടുള്ള ഒരു സ്ട്രെങ്തേൺഡ് ആയിട്ടുള്ള നേവൽ ആർമി നിലവിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോളന്മാർക്ക് ഓവർസീസ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ നേവി വഴി സാധിച്ചിട്ടുണ്ടായിരുന്നു. രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ഇന്നത്തെ ഇന്തോനേഷ്യയിലെ ശ്രീവിജയിലേക്കുള്ള നേവൽ എക്സ്പെഡിഷൻ വളരെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഇത് ഇവരുടെ ചോളന്മാരുടെ മാരിടൈം പവറിനെയാണ് എടുത്തു കാണിക്കുന്നത്. ദെൻ മറ്റൊന്നാണ് കോൺക്വസ്റ്റ് ഓഫ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അതായത് രാജരാജ ചോള ഒന്നാമനും രാജേന്ദ്ര ചോളൻ ഒന്നാമനും ശ്രീലങ്ക ഇൻവേഡ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ചോള കൺട്രോൾ ആ ഒരു കാലഘട്ടത്തിൽ ശ്രീലങ്കയിൽ സ്ഥാപിക്കുവാനും ചോളന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇതുവഴി തമിഴ്നാടും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിനും ഈ ചോള എക്സ്പെഡിഷൻ ഓഫ് നേവി കാരണമായിട്ടുണ്ട്. ദെൻ മറ്റൊന്നാണ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് ചോള കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡിലൂടെയും അതുപോലെ തന്നെ കോൺക്വസ്റ്റിലൂടെയും ഒക്കെയാണ് ചോള കൾച്ചർ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് സ്പ്രെഡ് ആകുന്നത്. കൂടാതെ ടെമ്പിൾസുകളിലും ഇൻസ്ക്രിപ്ഷനുകളിലും നമുക്ക് ഈ പറയപ്പെടുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതുപോലെ തന്നെ ചോള ഇൻഫ്ലുവൻസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ആർട്ട് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ നമുക്ക് മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് പോലെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ്, ഈ ചോളന്മാരുടെ ഇമ്പാക്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ നോക്കുന്നത് ചോളാസിന്റെ ഡിക്ലൈനെ കുറിച്ചിട്ടാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രാജേന്ദ്ര ചോളൻ ഒന്നാമന് ശേഷം ശക്തമായിട്ടുള്ള ഭരണാധികാരികള് കുറവായിരുന്നു. ഇവിടുത്തെ ഏറ്റവും അതായത് കോലത്തുംഗ ചോള മൂന്നാമന് ശേഷം 13ാം നൂറ്റാണ്ടിലെ കോലത്തുംഗ ചോള മൂന്നാമന് ശേഷം ശക്തരായിട്ടുള്ള രാജാക്കന്മാർ വളരെ കുറവായിരുന്നു. ഇത് ഇവിടുത്തെ ഇന്റേണൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമായി. ദെൻ മറ്റൊന്നാണ് പാണ്ഡ്യന്മാരുടെ ആക്രമണം എന്ന് പറയുന്നത്. പാണ്ഡ്യന്മാര് മാരവർമ്മൻ സുന്ദര പാണ്ഡ്യൻ ഒന്നാമന്റെ കീഴിൽ ചോളന്മാരെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ മറ്റൊന്നാണ് ഹൊയ്സാല ആൻഡ് വിജയനഗര ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഹൊയ്സാലന്മാരും വിജയനഗരന്മാരും എന്ത് ചെയ്യുന്നു, ചോള അതോറിറ്റിയെ തകർക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നാണ് ഡൽഹി സുൽത്താനേറ്റ് ഇൻവേഷൻ എന്ന് പറയുന്നത്. അതായത് C 1311 മാലിക് കഫൂറിന്റെ ഈ സൗത്ത് ഇന്ത്യയിലേക്കുള്ള ഇൻവേഷൻ ഈ ചോള എംപയറിന്റെ വീക്കനിങ്ങിന് കാരണമായി. മറ്റൊന്നാണ് ലോസ് ഓഫ് ഓവർസീസ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ചോളന്മാരുടെ മാരിടൈം ട്രേഡിന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നതും നേവൽ പവറിന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നതും ഇവിടുത്തെ എക്കണോമിക് സ്ട്രെങ്ത് കുറയുന്നതിന് കാരണമായി. ദെൻ മറ്റൊന്നാണ് ഫൈനൽ കൊളാപ്സ് അഥവാ ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ഫൈനൽ ആയിട്ടുണ്ടാകുന്ന തകർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ്, 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഈ ചോള കിങ്ഡം പാണ്ഡ്യ എംപയറിന്റെ ആക്രമണത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ചോളന്മാരുടെ ഭരണകാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം എന്ന് പറയുന്നത്. താങ്ക് യു.